ഹായ് ഓൾ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് വീഡിയോ എന്ന് നോക്കാം. മാരക രോഗങ്ങളെ തടയാൻ കഴിക്കേണ്ട ഭക്ഷണവും നമ്മൾ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ഇപ്പോൾ രോഗങ്ങൾ കൂടുന്നത്. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കാതിരിക്കുക. അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ അളക്കാനൊക്കെ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ ചട്ടങ്ങളൊക്കെ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ മരത്തിൻ്റെ സ്പൂണുകളൊക്കെ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് പാത്രങ്ങൾ, സ്പൂണുകൾ, അതുപോലെ മെഴുകുതിരി ഇവയൊന്നും സ്ഥിരമായി ഉപയോഗിക്കാതിരിക്കുക. മദ്യപാനം, പുകവലി ഇവയൊക്കെ ഒഴിവാക്കുക. പ്രോസസ്ഡ് ഫുഡ്, റെഡ് മീറ്റ്, ഗ്രില്ലഡ് ഫുഡ്, സ്മോക്ക്ഡ് ഫുഡ്, റിഫൈൻഡ് ഷുഗർ ഇവയൊക്കെ സ്ഥിരമായി കഴിക്കാതിരിക്കുക. ഇനി മാരക രോഗങ്ങളെ തടയാൻ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വെളുത്തുള്ളി 2-3 അല്ലി സ്ഥിരമായി കഴിക്കുക. ക്യാരറ്റിൽ ബീറ്റ കരോട്ടിന് കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ക്യാരറ്റ് വേവിച്ചോ അല്ലാതെയോ ഒക്കെ കഴിക്കുക. വേവിച്ച് കഴിക്കുന്നതാണ് ഒന്നും കൂടി നല്ലത്. ഇനി മഞ്ഞൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ സ്ഥിരമായി ഉപയോഗിച്ചാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ചീത്ത കോശങ്ങളെ തടയാനും അത് മറ്റുള്ള അവയവങ്ങളെ ബാധിക്കാതിരിക്കാനും വളരെ സഹായിക്കും. കുർക്കുമിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. 1 ടീസ്പൂൺ ദിവസവും ഉപയോഗിക്കുക. ഇനി പപ്പായയുടെ ഇലയുടെ സത്ത്, പപ്പായം ഇവ 2 ദിവസവും ഉപയോഗിക്കുക. ഇനി കൂൺ അഥവാ മഷ്റൂം സ്ഥിരമായി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ചീത്ത കോശങ്ങൾ വളരാതിരിക്കാൻ ഇവ സഹായിക്കും. ഇനി അടുത്തത് കറുവാപ്പട്ട. കാർബോഹൈഡ്രേറ്റ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. 1 ടീസ്പൂൺ കറുവാപ്പട്ടയുടെ പൊടി ചായയിൽ ഇട്ടിട്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ രാത്രിയിൽ 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് രാവിലെ കുടിക്കാവുന്നതാണ്. ഇനി അടുത്തത് ഇഞ്ചി സ്ഥിരമായി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള ജിഞ്ചറോളോർ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണമേന്മ ഉള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും. ഇങ്ങനെ രോഗപ്രതിരോധ ശേഷി ഉണ്ടായാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ചീത്ത കോശങ്ങളെ അത് തടയാൻ സഹായിക്കും. ഇനി അടുത്തത് തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ലൈക്കോപീനി നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് വളരെ നല്ലതാണ്. തക്കാളി ഡെയിലി ഉപയോഗിക്കുക. യൂറിക് ആസിഡ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ കുരു കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. അതുപോലെ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് സിട്രസ് പഴങ്ങൾ. കൂടുതലായും ഉപയോഗിക്കുക. ഇതിൽ ധാരാളം വൈറ്റമിൻ സി ഉള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും. സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ചീത്ത കോശങ്ങൾ വളരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. സിട്രസ് ഫ്രൂട്ട്സുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ആപ്പിൾ, ഈത്തപ്പഴം, മുന്തിരിയുടെ കുരു ഇവയൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്നത് മൂലം മാരകമായ രോഗങ്ങളെ തടയാം. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പല തെറ്റുകളും, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, കുക്ക് ചെയ്യുന്ന രീതികൾ, നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളും ഇവയൊക്കെ ശ്രദ്ധിച്ചാൽ മാരകമായ പല രോഗങ്ങളെ തടയാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇരുമ്പ് പാത്രത്തിൽ പാചകം ചെയ്തതിനു ശേഷം ഒരുപാട് നേരം അതിൽ വെക്കരുത്. വേറെ പാത്രത്തിലേക്ക് മാറ്റുക. പ്ലാസ്റ്റിക് പാത്രത്തിലേക്കും മാറ്റാതിരിക്കുക. സെറാമിക് പാത്രങ്ങൾ ഉപയോഗിക്കാം. ഇരുമ്പ് പാത്രത്തിൽ പാചകം ചെയ്ത് കുറേ നേരം വെക്കുമ്പോൾ അതിൽ രാസപ്രവർത്തനം നടക്കും. അതുകൊണ്ട് ആ പാചകം ചെയ്തതിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകുന്നത്. ഇനി പ്ലാസ്റ്റിക് പാത്രത്തിൽ ഉപ്പ് സൂക്ഷിക്കുന്നത് നല്ലതല്ല. ഇതിലും രാസപ്രവർത്തനം നടക്കും. അതുകൊണ്ട് ഗ്ലാസ് പാത്രത്തിൽ ഉപ്പ് സൂക്ഷിക്കുക. അതുപോലെ കട്ടിംഗ് ബോർഡ് വൃത്തിയായി സൂക്ഷിക്കുക. മീൻ വെട്ടുന്നതിനും പച്ചക്കറി വെട്ടുന്നതിനും വേറെ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുക. ഉപയോഗിച്ചതിനു ശേഷം സോപ്പിട്ട് വൃത്തിയായി സൂക്ഷിക്കുക. ഇനി ഉപയോഗിച്ച എണ്ണ വീണ്ടും യൂസ് ചെയ്യാതിരിക്കുക. ഒലീവ് ഓയിൽ വളരെ നല്ലതാണ്. ബട്ടർ, നെയ്യ് ഹൈ കൊളസ്ട്രോൾ ആണെന്ന് വിചാരിച്ച് ആരും യൂസ് ചെയ്യാതിരിക്കണ്ട. എണ്ണയേക്കാൾ നല്ലത് ബട്ടറും നെയ്യുമാണ്. പിന്നെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ മേടിച്ച് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക. അതൊക്കെ നന്നായി കഴുകി തുടച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. omega-3 ആസിഡ് നമ്മുടെ ഹൃദയത്തിന് വളരെ നല്ലതാണ്. ധാരാളം മീൻ കഴിക്കുക. ചെറിയ മീനുകൾ, മത്തി, അയല ഇവയൊക്കെ വളരെ നല്ലതാണ്. വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ ധാരാളമായി കൊഴിഞ്ഞു പോവാറുണ്ട്. ഡോക്ടറെ കാണിച്ച് സപ്ലിമെൻറ്റ് കഴിക്കുക. അരമണിക്കൂർ വെയിൽ കൊള്ളുക. 8-9 മണിക്കൂർ ഉറങ്ങുക. ഉറക്കക്കുറവ് മൂലം നമുക്ക് ധാരാളം അസുഖങ്ങൾ വരാം. അമിതമായ ടെൻഷൻ ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. രാവിലെ എണീറ്റാൽ വെറും വയറ്റിൽ 1 കപ്പ് വെള്ളം കുടിക്കുക. ഇത് വളരെ നല്ലതാണ്. ഇനി ഗ്ലൂട്ടാതയോണിനെ കുറിച്ച് ഇത്തിരി പറയാം. എല്ലാവരും ഇപ്പോൾ ഗ്ലൂട്ടാതയോണിൻ്റെ പിറകെയാണ്. ഇങ്ങനെയെങ്കിലും വെളുക്കണം, അത്രമാത്രം. എന്താണ് ഗ്ലൂട്ടാതയോൺ? ശരീരം നിറം വയ്ക്കാനാണ് ആളുകൾ ഗ്ലൂട്ടാതയോണിൻ്റെ ടാബ്ലറ്റും ഇഞ്ചക്ഷനും ഒക്കെ എടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ്.
ഗ്ലൂട്ടാതയോൺ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഗ്ലൂട്ടാതയോൺ കൂടാൻ വേണ്ടി കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. നട്ട്സ്, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ ഒക്കെ കഴിക്കാം. തവിടോട് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കോളിഫ്ലവർ, കേബേജ്, ബ്രൊക്കോളി ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ ഗ്ലൂട്ടാതയോണിൻ്റെ അളവ് പതുക്കെ കൂട്ടാൻ തുടങ്ങും. പിന്നെ ഞണ്ട്, കക്ക ഇതിലൊക്കെ സിങ്ക്, സെലീനിയം പോലുള്ള മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഈ മിനറൽസ് നല്ലപോലെ നമ്മുടെ ബോഡിയിൽ ഗ്ലൂട്ടാതയോണിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കും. ഓവറായി എക്സസൈസ് ചെയ്യാതിരിക്കുക. അത് ഗ്ലൂട്ടാതയോണിൻ്റെ അളവ് കുറയുന്നത് അത് കേൾക്കുന്നു. വിറ്റാമിൻസും മിനറൽസും മറ്റെല്ലാ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഒരു ഡോക്ടറെ അഡ്വൈസ് പ്രകാരം കഴിക്കാവുന്നതാണ്. ഡോക്ടർ പറഞ്ഞ രീതിയിൽ. നമ്മുടെ ഇഷ്ടത്തിന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വൈറ്റമിൻ ഗുളികകളോ മറ്റെന്തൊക്കെയായാലും അങ്ങനെ വാങ്ങി കഴിക്കുമ്പോൾ നല്ലതല്ല. വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഉറക്കമില്ലായ്മ, അതുപോലെ മുടിയെല്ലാം ഒരുപാട് കൊഴിഞ്ഞു പോകും, അമിതമായി ടെൻഷൻ, നെഞ്ചിടിപ്പ്, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. നോർമൽ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിച്ച് എന്തായാലും അതിന് സപ്ലിമെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ബായ്.